അപ്പൊ തുടങ്ങാല്ലേ? സർക്കാർ ഒരു കൊല്ലം എടുത്തപ്പോ ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം മേടിച്ചു. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. എല്ലാത്തിനും മുമ്പ് എനിക്ക് ഇത് തുറന്ന് കാണണം. ഞങ്ങൾ അന്വേഷിച്ചു. നമ്മളോട് അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ചപ്പോ ഞങ്ങൾക്ക് ബോധ്യമായത് 1 മാസമായി സ്ഥലം നിരപ്പാക്കിയതൊഴിച്ചാൽ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയും അവിടെ ആരംഭിച്ചിട്ടില്ല. വീടുകളുടെ നിർമ്മാണ അനുമതിക്ക് വേണ്ടിയുള്ള ഒരു രേഖയും സമർപ്പിച്ചിട്ടില്ലെന്നും ഇതിനായി തങ്ങളെ ആരും ബന്ധപ്പെട്ടില്ലെന്നാണ് മേപ്പാടി പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയത്. പിണറായിക്ക് നൊണറായി എന്നുള്ളൊരു പേര് ഞാനിടുകയാണ്. നൊണറായി എന്ന് ഞാൻ പേരിടുകയാണ്. അപ്പൊ നൊണേശനാണ് നൊണറായി ആണ് ഏറ്റവും യോജിക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ ഒരു സംശയവും ഇല്ലാതെ പറയാം, നൊണേഷൻ തന്നെ. വയനാട് എന്താ തെറ്റിപ്പോയത്? അവിടെ ഞങ്ങൾ തുടങ്ങിയില്ലേ? അവിടെ ഞങ്ങള് സ്ഥലം ഏറ്റെടുത്ത് ഞങ്ങൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഏരിയ വൈസ് ഇത് ചെയ്തു തുടങ്ങി. വീടുകളുടെ സ്ഥലം ഡിവൈഡ് ചെയ്ത് തുടങ്ങി കംപ്ലീറ്റ് ആയിട്ട്. നിങ്ങൾ വാങ്ങിയ ആ സ്ഥലത്തെ പറ്റി ആ പ്രദേശവാസികളോടൊന്ന് ചോദിച്ചു നോക്കാം. ബാക്കി ഈ നിരപ്പായി കിടക്കുന്ന കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കുത്തനെ താഴേക്കുള്ള പ്രദേശങ്ങളാണ്. വെള്ളം കയറുന്ന പ്രദേശമാണ്. തന്നെയല്ല, ആനശല്യം വളരെ രൂക്ഷമായിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കുമ്മമ്പറ്റ. അതിൽ ഈ പറയുന്ന ഈ മറയൊക്കെ എന്നാണ് ആന കുത്തിക്കുപ്പ് വിളിക്കുക എന്നുള്ളത് നമുക്കറിയാൻ കഴിയും. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അല്ല, ഇതെന്താ പരിപാടി? ഡിവൈഎഫ്ഐക്കാർ കുടിൽ കെട്ടുകയാണല്ലോ. അടിച്ചോടിക്കൂല. ഞങ്ങൾ മേടിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് കുടിൽ കെട്ടി സമരം ചെയ്ത അവിടെ അടിച്ചോടിക്കും. ഈ പഞ്ചായത്തിൽ പെർമിഷൻ പോലും കൊടുക്കാത്ത എന്തുകൊണ്ടാ? പെർമിഷനൊക്കെ കൊടുത്തു. ഇലക്ഷനല്ലേ, ഒരു 5-6 മാസം വേണ്ടി വരും. അത് കുറച്ച് കൂടിപ്പോയി. അതിന്റേതായ തിരക്കുകൾ. ഇവനേതാ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. ഒരു കാര്യം പറയട്ടെ, കോൺഗ്രസ് പ്രഖ്യാപിച്ച വീട് 100% 100 വീട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിരിക്കും. ആളുകൾക്ക് കൊടുത്തിരിക്കും. നിർമ്മാണം ആരംഭിച്ചതാണ് നിർമ്മാണം എന്ന് പറഞ്ഞാൽ നിർമ്മാണം കല്ലുവെക്കൽ മാത്രമല്ല, അതിന്റെ പ്രോസസ്സിംഗ് വരെ നിർമ്മാണ ഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ളതാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിരിച്ച കാശ് ഞങ്ങൾ പാർട്ടിയിൽ കണക്ക് വെച്ചിട്ടുണ്ട്. എന്റെയും KPCC പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിലാണ് പൈസ വന്നിരിക്കുന്നത്. എന്നാൽ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. KPCC ആണ് ഈ ഫണ്ട് പിരിവിനാഹ്വാനം ചെയ്തത്. കോൺഗ്രസ് AICC കൊടുത്ത ലിസ്റ്റിലും ഈ ഫണ്ടിനെ കുറിച്ച് ഇനി അതെല്ലാം പോട്ടെ, ദുരിതബാധിതരെ സഹായിക്കാനുള്ള പൈസയാണ്. ഇതിലേക്ക് ഇത്ര കോടി രൂപയാണ് വന്നിട്ടുള്ളത്. ഈ പണം ഇവിടെ ഉണ്ട് എന്ന് എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ? ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. നടപടി നിങ്ങൾ എന്തിനു ഇതിന്റെ പുറകെ പോകണം? നിങ്ങൾ സർക്കാർ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പോയി ഉദ്ഘാടനം ചെയ്ത വീട്ടിൽ ആള് താമസം ഉണ്ടോ? ആള് താമസം തുടങ്ങിയില്ലല്ലോ. എത്ര ദിവസമായി? അല്ല, ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ടോ? എങ്കിൽ ശരി, അങ്ങോട്ട് പോയി നോക്കിക്കളയാം. ഇവിടെ ഇപ്പോ ജോലികൾ വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ടോ? അല്ല, ഇത് നമുക്ക് അറിയാൻ കഴിയുമല്ലോ. ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് അപ്പോൾ തന്നെ ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് കയറിക്കൂടാനാണ് തയ്യാറായിട്ടുള്ളത്. അന്ന് പിറ്റേ ദിവസം തന്നെ ഇവിടെ കയറിക്കൂടാനൊന്നും ഞങ്ങൾ ആരും പ്ലാൻ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും പരാതിയൊന്നുമില്ല, ഒരു പരാതിയില്ല. കാരണം ഇവിടെ ബാക്കി 150 വീട് ഇനിയും ഞങ്ങളെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പണി തീർക്കുന്നുണ്ട്. 178 വീടാണെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഈ 150 വീടുകൾ അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ വന്ന് താമസിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതും കൂടി കിട്ടി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വരണം എന്നുള്ള ആഗ്രഹം തന്നെയാണ്. അന്ന് താമസിക്കാൻ കുറച്ച് ദിവസങ്ങൾ കൂടെ കാത്തിരിക്കേണ്ടി വരുന്ന അറിയിച്ചിരുന്നു എന്ന് പറയുന്നു. അന്ന് പറഞ്ഞിരുന്നു, ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഞങ്ങളത് മാനസികമായിട്ട് തയ്യാറായിട്ടുണ്ട്. മറ്റ് പ്രചരണങ്ങളൊക്കെ കുറേ രാഷ്ട്രീയം ഉണ്ടല്ലോ. ദുരന്തം ഉണ്ടായത് ഈ കാലഘട്ടത്തിൽ ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു രീതിയിൽ ഒരു സംവിധാനം അവിടെ ഒരുക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും കിട്ടില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ.
കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. നമ്മൾ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കണമെങ്കിൽ എത്ര കാലതാമസം വരും? ഒരു 5-6 മാസം, ഒരു കൊല്ലം എന്തായാലും പിടിക്കും. ഇതിപ്പോ 410 വീടാണ്. ഈ രീതിയിലാക്കി ഞങ്ങൾക്ക് മാസം 25,000 രൂപ വെച്ചിട്ട് എല്ലാ സഹായങ്ങളും ഒരു മാസം 1-ാം തീയതി ആകുമ്പോഴത്തേന് കാശ് കയറുന്നുണ്ട് ഞങ്ങളെ അക്കൗണ്ടിലേക്ക്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും സഹായിക്കുന്നുണ്ട് ഞങ്ങളെ സർക്കാർ. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരെല്ലാം ചടങ്ങിൽ പങ്കെടുത്തു. നിർമ്മാണം ഉടൻ തുടങ്ങുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വാക്ക് നൽകിയെങ്കിലും ഒന്നും നടന്നില്ല. വീണ്ടും വിമർശനങ്ങൾ ഉയർന്നതോടെ സ്ഥലം സ്റ്റീൽ ഷീറ്റ് ഉപയോഗിച്ച് മറച്ചു തുടങ്ങി. പണി തീരാണ്ട് കുറെ അവിടെ ഇവിടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ അത് തീർന്നില്ല ഇത് തീർന്നില്ല പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. പണിയൊക്കെ തീർന്നിട്ട് ഞങ്ങൾക്ക് തന്നാ മതി തന്നെയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല ഞങ്ങളും പറയുന്നത്. ജോലിയിൽ യാതൊരു മെല്ലെപ്പോക്കുമില്ല. 1000-ഓളം തൊഴിലാളികൾ ഇപ്പോഴും ടൗൺഷിപ്പ് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് ULCSന്റെ അധികൃതരും പറയുന്നത്. ദുരന്ത ബാധിതരും ഇക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പരാതിയും ഉന്നയിക്കുന്നില്ല. പൂർണ്ണമായി സജ്ജമായതിനു ശേഷം താമസം തുടങ്ങാനായി കാത്തിരിക്കുന്നു എന്ന കാര്യമാണ് ദുരന്തബാധിതരും പങ്കുവെക്കുന്നത്. എടാ എൽദോ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തിനാ ഉദ്ഘാടനം ചെയ്തത്? അല്ല, അത് 1 കൊല്ലം കൊണ്ടാണ്. 1 കൊല്ലം 4 മാസം കൊണ്ടാണ് ചെയ്തത്. ഞങ്ങൾ 1 കൊല്ലം എടുത്തില്ലേ സ്ഥലം മേടിക്കാൻ. ആടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി. ഒന്ന് പോടോ.